ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മൈ പോയിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതി വളരെയധികം നിരാശയോട് കൂടി തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പടിയിറങ്ങുന്നത്. അതിനുശേഷം കാണിക്കുന്ന രേവതി തനിക്ക് കിട്ടിയ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം പണ്ണാരപ്പെട്ടിയിൽ വെച്ച് സൂക്ഷിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്ന ഉടനെ തന്നെ മേലാസകല വേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇന്ന് നിർത്താതെയുള്ള ഓട്ടത്തിൽ അതെന്താൻ, അതുകൊണ്ട് തന്നെ 2500 രൂപ കയ്യിൽ കിട്ടിയെന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, അല്ല സച്ചേട്ടാ, നിർത്താതെയുള്ള ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് എങ്ങനെ സച്ചേട്ടൻ ആൾക്കാരെ കയറ്റും ഇറക്കുമെന്നൊക്കെ തമാശ രൂപമാണ് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിർത്താതെ ആരെ കയറ്റാനും ഇറക്കാനും പറ്റില്ല, നിനക്ക് അറിയാലോ, നീ എന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായി, നിനക്ക് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലല്ലോ എന്ന് രേവതിനെ നോക്കി ചോദിക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ ചിരിച്ച് കളയുകയും ചെയ്തിട്ട് അതിനുശേഷം സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, സച്ചേട്ടനോട് നിൽക്ക്, മേലുവേദനയ്ക്ക് ഇത് മേലിൽ ചൂട് പിടിച്ചേരാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്കായിട്ട് ചെല്ലുകയാണ് കേട്ടോ. അതേ സമയം തന്നെ ചന്തയാകട്ടെ രവിയേട്ടൻ പുറത്തു പോയിട്ട് ഒരുപാട് നേരം ഇത്രയും നേരമായിട്ട് കാണക്കത് എന്താ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ രേവതിനെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയതായത് ചന്ദ്രയ്ക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് ചന്ദ്ര നേരെ അടുക്കളയിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ പാത്രം കഴുകിയോ തുണി അലയ്ക്കോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രേവതി ഇല്ല എന്ന് മറുപടി പറയുകയാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, അതെന്താ നീ ഒന്നും ചെയ്യാത്ത, നിനക്ക് 2.5 മണിക്കൂർ സമയം തരാം, അതിനുള്ള രീതിയിൽ എല്ലാ പണികളും നീ ചെയ്തു തീർത്തോളം എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, ദേ അമ്മ എൻ്റെ കയ്യിൽ തിളച്ച വെള്ളമാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഒരു നിമിഷം പതറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ രേവതിയോട് പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ രേവതി, നീ സമയമെടുത്ത് നിന്റെ പണിയൊക്കെ പറ്റുന്ന പോലെ നീ ചെയ്തു തീർത്താൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും രേവതി വേഗം ചിരിച്ചുകൊണ്ട് പറയുന്നത്, ഞാൻ ചുമ്മാ പറയുന്നത്, എൻ്റെ കയ്യിൽ ചൂടുവെള്ളം ഇരിക്കുന്ന കണ്ടപ്പോൾ അമ്മ പേടിച്ച് പോയില്ലേ, ഞാൻ അമ്മയെ ഉപദ്രവിക്കുന്നില്ല, പക്ഷേ എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാൾ വന്നതിന് ശേഷം അമ്മ ആദ്യമായിട്ടാണ് എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ച് സംസാരിക്കുന്നത്, അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് രേവതി അവിടുന്ന് ചൂടുവെള്ളമായിട്ട് പോകുന്നത്. രേവതി പോയതിന് തൊട്ട് പിന്നാലെ തന്നെ, ഇങ്ങനെ പോയി ശരിയാവില്ല, ഇവർക്ക് പണ്ടത്തെ പോലെ തന്നെ പേടിയൊന്നുമില്ലല്ലോ, എന്തായാലും ഇതിന് തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അടുക്കളയിൽ തന്നെ നിൽക്കുകയാണ്. രേവതി ചൂടുവെള്ളമായിട്ട് റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് സച്ചി കാലും മേലിനൊക്കെ വേദനെടുത്ത് അവിടെ കിടക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ രേവതി സച്ചിയുടെ ദേഹത്ത് ചൂട് പിടിക്കുന്ന സമയത്ത് സച്ചി പറയുന്നത്, രേവതി നല്ല ചൂടാണെന്ന് പറയുമ്പോൾ ഈ ഒരു ചൂടിൽ വേണം സച്ചിയുടെ ചൂട് പിടിക്കാനായിട്ട്, ഇങ്ങനെ വേണം ഇങ്ങനെ ചൂട് പിടിച്ചാലേ വേദന മാറുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതേ സമയത്താണ് നമ്മുടെ ചന്ദ്ര റൂം പാസ് ചെയ്തതിൽ പോകുന്നത്. പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നുള്ള ഇവരെ സംസാരം കേട്ടുകൊണ്ട് ചന്ദ്ര റൂമിലേക്ക് നോക്കുന്ന സമയത്ത് സച്ചിയുടെ കാലിലായിട്ട് രേവതി ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു സമയത്ത് ചന്ദ്ര ചിന്തിക്കുന്നുണ്ട്, എൻ്റെ 3 ആൺമക്കൾ 2 ആൺമക്കൾ ഭാര്യകളുടെ പുറകെ പോയെങ്കിലും സച്ചിക്ക് അവൻ്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ അറിയാം, കണ്ടില്ലേ, അവൻ്റെ ഭാര്യയെ കൊണ്ട് കാലിൽ ചൂട് പിടിപ്പിക്കുകയാണ്, ഇതെന്തായാലും ശ്രീകാന്തിനെ ഒന്ന് കാണിച്ചു കൊടുക്കാം, അവനിത് കണ്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിലേക്ക് ചെന്നതിന് ശേഷം ശ്രീകാന്തിനെ റൂമിലേക്കായിട്ട് വിളിച്ചു വരുത്തുകയാണ് കേട്ടോ. ശ്രീകാന്ത് റൂമിലേക്ക് വന്ന ഉടനെ തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, നീ അവക്കടെ കഴുത്തിലാണ് താലി കിട്ടിയത് അതോ വർഷം നിന്റെ കഴുത്തിലാണ് താലി കിട്ടിയത് ചോദിക്കുമ്പോൾ അമ്മ എന്താ അമ്മ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ശ്രീകാന്ത്. വേറെ ഒന്നും കൊണ്ടല്ല, നീ അവക്കടെ കാല് തിരുമ്പി കൊടുക്കുന്നു, കാലിൽ ക്യൂടെക്സ് ഇട്ട് കൊടുക്കുന്നു, നിനക്ക് നാണായില്ലേ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത്, എന്തിനമ്മ ഞാൻ നാണിക്കുന്നു, അവളെൻ്റെ ഭാര്യയല്ലേ, ഞങ്ങൾക്കിടയിൽ ഞാനാണ് വലുത് നീയാണ് വലുത് എന്ന രീതിക്ക് യാതൊരു പ്രശ്നങ്ങളില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതേ രീതിക്ക് ജീവിക്കുന്നതെന്നൊക്കെ എന്നെ ശ്രീകാന്ത് പറയുന്ന സമയത്ത്, ഇതാണ് ജീവിതം, നിന്നെ എപ്പോഴെങ്കിലും അവൾ ബഹുമാനിച്ചിട്ടുണ്ടോ, നിന്നെ എടാ വാടാന്നൊക്കെയല്ലേ അവൾ വിളിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത്, അതിനെന്താ അമ്മ, ഞങ്ങൾക്കിടയിലുള്ള റിലേഷൻ അതേ രീതിക്കാണ്, അവളിപ്പോൾ എടാ പോടാ എന്ന് വിളിച്ചാലും ഞങ്ങളുടെ ബന്ധത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും, നിന്നോട് എന്ത് പറയുന്ന കാര്യമില്ല, നിന്നെ ഞാനൊരു കാഴ്ച കാണിച്ചില്ല, എന്തൊക്കെ പറഞ്ഞാലും സച്ചിക്ക് അവൻ്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്താനറിയാം, നീ വന്നേ അവൻ്റെ കാലയിലായിട്ട് അവൻ്റെ ഭാര്യനെ കൊണ്ട് ചൂട് പിടിപ്പിക്കുന്ന കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ നിർബന്ധിച്ച് എന്നെ റൂമിൻ്റെ അടുത്തേക്കായിട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ കേട്ടോ. ഇതിനിടയിൽ തന്നെ സച്ചി രേവതിയായിട്ട് പറയുന്നത്, എൻ്റെ മേലിന് വേദന എന്ന പോലെ നിൻ്റെ ദേഹത്തും കൈക്കൊക്കെ വേദന ഉണ്ടാകും, പക്ഷേ നീ എന്ത് വേദന തുറന്നു പറയാറില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ടില്ല സച്ചിയേട്ട, എനിക്ക് യാതൊരു പ്രശ്നങ്ങളില്ല, സച്ചിയാണ് ചൂട് പിടിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ സച്ചി പറയുകയാണ്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നിനക്ക് ഞാനും ചൂട് പിടിച്ചത് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ വേദന പമ്പ കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈകളിലായിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആ ഒരു സമയത്താണ് ശ്രീകാന്ത് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, അവിടെ നടക്കുന്ന കാഴ്ച എന്താണെന്ന് നീ പോയി നോക്കി, ഇങ്ങനെ വേണം ഭർത്താവ് ഭാര്യ നിലയ്ക്ക് നിർത്താനെന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് ഒളിഞ്ഞു നോക്കുന്ന അതേ സമയം തന്നെ സച്ചി രേവതിയുടെ കയ്യിൽ നിന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന സീനായിട്ടാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കര നാണമൊക്കെ വരുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, ഞാൻ കണ്ടു, ഇനി അമ്മ പോയി കാണുക എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ ആ കാഴ്ച നേരത്തെ കണ്ടല്ലേ, അത് കാണിക്കാൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അതല്ല അമ്മ, എന്നാലും അമ്മ ഒന്നുകൂടി പോയി കാണുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ചന്ദ്രയെ നിർബന്ധിച്ച് തന്നെ റൂമിൻ്റെ അടുത്തേക്കായിട്ട് ശ്രീകാന്ത് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ചെന്ന ഉടനെ തന്നെ ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ആകെ നാണം കെട്ട് പോവാണ് കേട്ടോ. അതിനുശേഷം ശ്രീകാന്ത് ചന്ദ്രനെ മാറ്റിട്ട് പറയുന്നുണ്ട്, അതേ അമ്മേ, ഇതുപോലെ തന്നെയാണ് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കും
വേദനയുള്ള സമയത്ത് വേദനയുള്ള ഭാഗത്ത് തിരുമ്മി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് അത്ര വലിയ പ്രശ്നമൊന്നും ആക്കാൻ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ ചിരിച്ചുകൊണ്ട് പോവാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ ചമ്മി നാണം കേട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം രവി പുറത്തു പോയിട്ട് തിരികെ വരുമ്പോൾ കയ്യിൽ ഒരു പ്രതിമ ഉണ്ടാവട്ടെ, അതായത് ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാരെ പ്രതിമ അത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. വന്ന ഉടനെ തന്നെ ചന്ദ്രയെ വിളിച്ചിട്ട് പറയുന്നത്, ചന്ദ്രൻ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ രവിയേട്ടാ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രതിമ ചന്ദ്രയുടെ കയ്യിലായിട്ട് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതെന്താ ഇതൊന്ന് ചോദിക്കുകയാണ്. ഇതൊന്നും മറ്റൊന്നുമല്ല, ഇത് ഗാന്ധിജിയുടെ ഫേമസ് ആയിട്ടുള്ള 3 കുരങ്ങന്മാരുടെ പ്രതിമയാണ്. ഇത് കണ്ടില്ല, ഒരാൾ കണ്ണ് പൊത്തിയിരിക്കുന്നു, ഒരാൾ ചെവി പൊത്തിയിരിക്കുന്നു, ഒരാൾ വാ പൊത്തിയിരിക്കുന്നു. ഇതേ രീതിയിൽ നീ കുടുംബത്തിൽ എന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് പറയാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രതിമയെ നീ ഒന്ന് നോക്കിയാൽ മതി, അപ്പം തന്നെ ഈ വീട്ടിലെ പകുതി പ്രശ്നങ്ങളും തീരുന്നൊക്കെ രവി പറയുന്ന സമയത്ത്, ഇനിയിപ്പോൾ ഈ ഒരു പ്രതിമ കൊണ്ടുപോയി ഞാൻ പൂജിക്കുകയോണം ചെയ്യാമെന്ന് ചന്ദ്ര പറയുന്ന സമയത്ത് അതൊക്കെ നിന്റെ ഇഷ്ടം, എന്തായാലും ഈ ഒരു പ്രതിമ നീ നിന്റെ കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയാൻ കേട്ടോ. സംസാരം തീരെ പിടിക്കാതെ തന്നെ ചന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രേവതിയുടെ അടുത്തേക്കായിട്ട് സച്യ വരികയാണ്. താനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വരുന്നത്. പെട്ടെന്ന് രേവതി പറയുന്നുണ്ട്, സച്യ അതിന് എങ്ങോട്ടും പോകുന്നില്ല, എനിക്കിത് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നീ എങ്ങോട്ടും പോകുന്നു, നിന്നെ കൊണ്ട് ഞാൻ പോകാം, നമുക്ക് കാറിൽ പോകാമെന്ന് സച്യ പറയുന്ന നേരത്തെ കാറൊന്നും വേണ്ട, കാറും വണ്ടിയൊക്കെ വന്നേക്കെല്ലാം മുന്നേ ഞാൻ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് മാർക്കറ്റിൽ പോയിട്ട് നല്ല മീൻ മേടിക്കണം, മാത്രമല്ല ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് മേടിക്കുകയും ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിന്നെ കൊണ്ട് ഞാൻ പോവാൻ രേവതി എന്ന് സച്യ പറയുന്നുണ്ട്. വേണ്ട സച്യേട്ടൻ നല്ല റെസ്റ്റ് എടുക്കും, മേലിന് വേദന ഉണ്ടെന്നല്ലേ പറഞ്ഞു, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി പോകാനിരുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പോകേണ്ട രേവതി, സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോകണട്ടോ രേവതി എന്നൊക്കെ സച്ചി വിളിച്ച് പറയുന്ന സമയത്ത് പിന്നെ ഞാനെന്താ കൊച്ചു കുഞ്ഞിൽ നിന്ന് പൊക്കെ സച്ചേട്ടാന്ന് പറഞ്ഞിട്ടാണ് രേവതി അവിടെ നിന്ന് പോകുന്നത്. രേവതി പോയിട്ട് തൊട്ട് പിന്നാലെ നീ കൊച്ചുകുട്ടിയൊന്നും അല്ലാന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ വയലൊരു കുഞ്ഞു കൊച്ചില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.